അൽത്താഫ് എന്ന പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ സന്തോഷ വാർത്ത പറയാനാണ് ഇന്ന് വീഡിയോ എടുക്കണേ. അപ്പോൾ നമ്മൾ ഇന്നലെ താറാവിനെ കഴിച്ചുവിടാൻ നോക്കിയപ്പോൾ നമ്മുടെ വിഗോ താറാവില്ലേ, നമ്മുടെ ഇറച്ചി താറാവ് മുട്ടയിട്ടിട്ടാണ് കേട്ടോ. അപ്പോൾ 2 താറാവാണ് അതിനകത്ത് ഇപ്പോൾ മുട്ടയിടുന്നത്. അപ്പം താറാവ് ഏകദേശം 3 മാസം മാത്രമായിട്ടോ പ്രായമായിട്ടുള്ളൂ. അപ്പം കുറച്ച് പേര് എന്നോട് ചോദിച്ചായിരുന്നു ഈ ഇറച്ചി താറാവ് ഇപ്പം മുട്ടയിടുമോ അങ്ങനെ കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും മുട്ടയിട്ടിട്ടുണ്ട്. നമുക്കിനി കുഞ്ഞുങ്ങളെ അത്യാവശ്യം മുട്ടയിട്ട് നമുക്ക് വെച്ച് നോക്കാം. കുഞ്ഞുങ്ങളെ വിരിയോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അറിയില്ല കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ഇറച്ചി താറാവിനെ മേടിച്ചേക്കണേ. അപ്പോൾ അതിനെപ്പറ്റി ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മളിവർക്ക് പെല്ലറ്റാട്ടോ തീറ്റയായിട്ട് കൊടുത്തേക്കണേ. നമ്മുടെ ഒരു കഴുക പെണ്ണുണ്ട്, നമുക്ക് ഇവനൊരു പൂവനവാട് എന്തായാലും മേടിക്കാനുണ്ട്. നമ്മുടെ കൊക്ക് പഴയ പോലെ എന്നും വന്ന പോലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. താറാവ് പപ്പറ ആണ്, കൊക്ക് ദേ അവിടെ ഉണ്ട്. അതൊരു പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ കോഴികളാണേ. കോഴിയെല്ലാം ഇവിടെ ഉണ്ട്. നമ്മുടെ പ്രാവ് പുറത്തോടെ നടക്കുന്നുണ്ട്. നമുക്ക് കൂട്ടിൽ മുട്ടയുണ്ടോ നോക്കാം. അതേ 2 മുട്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ. താറാവിന് 2 മുട്ടയാണ് ഇന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഈ കൂട് രാവിലെ ഇതുപോലെ തുറന്നിടണേ. ഇതുപോലെ എപ്പോഴും പ്രാവ് അകത്തേക്ക് പോകും, തീറ്റ എടുത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ പുറത്തോട്ട് വരും. ഈ മുകളിൽ കൂടെ അതിലെ കൂടെ പറമ്പിലെ കൂടെ പോയിട്ട് പിന്നെയും അകത്ത് കയറും, പിന്നെയും പുറത്തുനിന്ന് തീറ്റ എടുക്കും. അത് തന്നെയാണ് അവരുടെ പരിപാടി. താറാവും ഇതേ കൊക്ക് ഇവിടെ ഉണ്ട്. ഞാൻ ഈ താറാവിന് കൊണ്ടുവരുന്ന വീഡിയോ ഒക്കെ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്ക് കറച്ചറിയാൻ പറ്റും കേട്ടോ. താറാവ് ദേ തിരിച്ച് അവരങ്ങോട്ട് കൂട്ടിൽ അങ്ങോട്ട് പോവാണേ. രാവിലെ ഇറങ്ങിയ വഴി അവർ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടാട്ടോ തീറ്റ എടുക്കാൻ പോവുള്ളൂ. വെള്ളം കുടിയൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ്. നമ്മുടെ ആ മീനും കാര്യങ്ങളൊക്കെ എല്ലാം ഓക്കെ കേട്ടോ. നമ്മുടെ ഗൗരാമി താഴെ 1 2 പേരും ഇവിടെ ഉണ്ട്. രണ്ടുപേരും ഇതിനകത്തുണ്ട്. മറ്റേത് അതിനവിടെ ഉണ്ട്. ഇതിനകത്തുള്ള മീനെ കാണാൻ പറ്റുന്നല്ലോ കേട്ടോ. മൊത്തം നമ്മൾ പായലൊക്കെ ഇട്ടേക്കുവാണ്. താറാവ് ഇപ്പോൾ ആമ്പലാട്ട ആ പാത്രത്തിൽ നിന്ന് വെള്ളം കുടിക്കപ്പോൾ അതിനകത്തുള്ള ആമ്പലും എല്ലാം തിന്നിട്ടോ. അങ്ങനെ ആ ആമ്പൽ നശിച്ചു പോയി. വേറെ ആമ്പലിന് കണ്ടുപിടിക്കണം. നമ്മുടെ അടുത്ത് ഒരാമ്പലം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിപ്പോൾ എന്തായാലും താറാവ് തിന്നിട്ടുണ്ട്. അതോടെ ഈ ആമ്പലിൻ്റെ കഥ അവിടെ തീരുകയാണ്. പിന്നെ അടുത്ത ആമ്പൽ എവിടെയെങ്കിലും കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ താറാവിൻ്റെ ബാക്കി വിശേഷം നമുക്ക് അടുത്തടുത്ത് വീഡിയോ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മുട്ടയായിട്ട് നമുക്ക് എന്തായാലും കുഞ്ഞുങ്ങളെ വിരിയിപ്പിക്കാൻ വെച്ച് നോക്കാം. അപ്പോൾ അതുവരെ ബൈ.